കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സോ കസിൻസോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഇത്. ഒരു കാലത്ത് സ്കൂളും ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എന്തോ ഒരു വലിയ ലെവലിലാവും ഇവരെന്ന് വിചാരിച്ച കുറച്ച് കുട്ടികളുണ്ടാവും അല്ലേ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടാവും ആ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾ തന്നെ ആയിരിക്കും. അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യായിരിക്കും എന്ന് ആലോചിച്ച്. ഞാനീ പറയുന്നത് അക്കാഡമിക്കലി ഭയങ്കര സംഭവമായിട്ടുള്ള അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും ഏറെക്കുറെ ഇതുപോലെയൊക്കെയാണ് അവരുടെ അവസ്ഥ. പക്ഷേ ഇത് ഞാൻ കുറച്ച് കലാപരമായിട്ട് കഴിവുകളുണ്ടായിരുന്ന കുട്ടികളില്ലേ, അവരെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ ചിലരൊക്കെ, അതായത് ഭാഗ്യം ചെയ്തവരൊക്കെ ഫാമിലി സപ്പോർട്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിൽ പവറും കാരണം അത് തന്നെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവാം. അതിൽ മറ്റു ചിലരിപ്പം അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ആ മറ്റു ചിലരെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. കലാതിലകവും കലാപ്രതിഭയൊക്കെ ആയിരുന്ന ആൾക്കാർ ഇപ്പം ഒന്നുകിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ട് കിച്ചണിലോ ഒക്കെ ആയിട്ടായിരിക്കും അവരുടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും മോശമായിട്ടുള്ളൊരു ജോലിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരുടെ ആ ഉള്ളിലുള്ള ടാലൻറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഏത് നിലയിലെത്തിയേനെ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് വരയ്ക്കാനും പാടാനും പിന്നെ ഡാൻസ് കളിക്കാനും ഒക്കെ കുഞ്ഞിലെ തൊട്ടേ ഞാൻ തന്നെ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആദ്യമൊക്കെ എൻ്റെ പേരൻസൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. എൻ്റെ മുത്തശ്ശിയാണ് എന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നതും എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നതും ഒക്കെ എൻ്റെ മുത്തശ്ശിയായിരുന്നു. പിന്നെ ഈ സപ്പോർട്ട് ചെയ്തിരുന്ന പേരൻസ് തന്നെ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങി. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് പേടിയായി തുടങ്ങി. ഇവളിനി ഇതിൻ്റെ പുറകെ പോകും, പഠിക്കില്ലേ, 10ാം ക്ലാസ് അല്ലേ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിന്തകൾ തുടങ്ങിയപ്പോൾ അവരെന്നെ പറഞ്ഞു നിർത്തിക്കോ, ഇനി പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, കല കൊണ്ട് ആരും ഇന്നേ വരെ എങ്ങും എത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ. ഇന്നിപ്പോൾ അവസ്ഥകളൊക്കെ മാറി, ഈ ഉപദേശങ്ങളൊക്കെ കോമഡി ആയിരിക്കും. പക്ഷേ അന്നത്തെ ഒരു അവസ്ഥ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു ഏകദേശം. ഇന്നത്തെ പോലെ കലയെ അഡ്മയർ ചെയ്യുന്നവരും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൽ നിന്നും ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുന്നത് പോലത്തെ ഒരു സാഹചര്യം ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അല്ലേ. അതുകൊണ്ടാരും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവരൊക്കെ എതിർക്കുമ്പോഴും അന്ന് ഇന്നും എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന എൻ്റെ മുത്തശ്ശിയാണ്. എവിടെയെങ്കിലും ഒരു മത്സരം ഉണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാരറിയാൻ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത് എന്നെ അവിടെ കൊണ്ടുപോവുകയും മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു എൻ്റെ മുത്തശ്ശി. പിന്നെ മുത്തശ്ശിക്കും അതിൻ്റെ പേരിൽ കുറ്റമായി തുടങ്ങി. പിന്നെ മത്സരങ്ങൾക്കൊക്കെ ജയിച്ചു വരുമ്പോഴായാലും പണ്ട് കാണിച്ച ആ ഒരു എക്സൈറ്റ്മെൻറ്റ്സ് ഒന്നും അവരുടെ മുഖത്ത് ഇല്ലാതായി. അത് പറഞ്ഞപ്പോഴാണ് ഇതാണ് എൻ്റെ ചിലങ്ക. കുറേ നാളായി ഇതെടുത്തിട്ട്. ആദ്യമൊക്കെ പൂജ വെക്കുന്ന സമയത്തെങ്കിലും എടുത്ത് പുറത്ത് വെച്ചൊന്ന് പൂജിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ വിചാരിച്ചു ഇത് ഉപയോഗമില്ലല്ലോ, പിന്നെന്തിനാ വെറുതെ പൂജിച്ചിട്ടെന്ന് വെച്ചിട്ട് പിന്നെ അത് എടുക്കാതായി. അങ്ങനെ പതിയെ എല്ലാം മനഃപൂർവ്വം മറന്നു. ഇന്നിങ്ങനെ ഓരോന്നൊക്കെ തപ്പി ചെല്ലുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴും പിന്നെ വഴി വെച്ച് പഴയ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അവർ നീ ഇപ്പോഴും പാട്ട് പാടുമോ, നീ ഇപ്പോഴും പടം വരയ്ക്കുമോ, നീ ഇപ്പോഴും ഡാൻസ് കളിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലേ എന്ന്. ഇതുപോലെ പല കാരണങ്ങൾ കാരണം അവരവരുടെ കഴിവുകൾ മറന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ളവർ. അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും വൈകിട്ടൊന്നും ഇല്ല കേട്ടോ. ചിലർ ഇപ്പോൾ ഉള്ള ലൈഫിൽ ഓക്കെ ആയിരിക്കും, പക്ഷേ ചിലർക്കൊക്കെ മിസ്സിംഗ് ഉണ്ടാവും അല്ലേ, ഈ ഒരു പാഷനൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. പിന്നെ ചിലരൊക്കെ ഉണ്ട് എൻ്റെ മക്കളെ അങ്ങനെ ആക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. മക്കളൊക്കെ വേറെ, അവർക്ക് മേ ബി വേറെ തന്നെ പ്ലാൻസ് ആയിരിക്കും. അപ്പോൾ അത് വിട്ടേക്ക്. നിങ്ങൾക്ക് ശരിക്കും അത് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇപ്പോഴായാലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഒന്നും എവിടെയും പോയിട്ടില്ലടോ, എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പം എല്ലാം പറഞ്ഞ പോലെ ശുക്രിയ.